ഹരേ കൃഷ്ണ. അപാര ഏകാദശി അഥവാ അചല ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പ്രധാന ഏകാദശിയാണ് അപാര ഏകാദശി. അപാരമായ പുണ്യം നൽകുന്നതിനാൽ അപാര ഏകാദശി എന്ന് ഈ ഏകാദശി വിളിക്കപ്പെടുന്നു. അതായത് ഈ ഏകാദശി വ്രതം നോറ്റാൽ അപാരമായ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ ഏകാദശി ദിനത്തിൽ വിഷ്ണു ഭഗവാന്റെ ത്രിവിക്രമ രൂപത്തെയാണ് ആരാധിക്കുന്നത്. ഭഗവാന്റെ ത്രിവിക്രമ രൂപം എന്താണെന്ന് അറിയാമല്ലോ. മഹാബലിയുടെ അഹങ്കാരം തീർക്കാനായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ആദ്യം ഒരു കൊച്ചു ബ്രാഹ്മണൻ്റെ രൂപം, അതായത് വാമനാവതാരം എടുത്തത്. അതായത് കയ്യിൽ കുടയും ദണ്ഡുമൊക്കെയായി വരുന്ന ഒരു കുഞ്ഞു രൂപത്തെയാണല്ലോ നമ്മൾ വാമനൻ എന്ന് വിളിക്കുന്നത്. വാമനൻ എന്നാൽ കുറഞ്ഞ അളവുള്ളവൻ അല്ലെങ്കിൽ കുള്ളൻ എന്നർത്ഥം. ഈ രൂപത്തിലാണ് ഭഗവാൻ ബലിയോട് 3 അടി മണ്ണ് ഭിക്ഷയായി ചോദിച്ചത്. മഹാബലി 3 അടി മണ്ണ് നൽകാമെന്ന് സമ്മതിച്ച ഉടനെ തന്നെ ആ കുഞ്ഞു രൂപത്തിലുള്ള വാമനൻ ആകാശമുട്ടെ വളർന്ന് പ്രപഞ്ചത്തോളം വലിയ രൂപമായി മാറി. ഈ ബൃഹത്തായ രൂപത്തെയാണ് ത്രിവിക്രമൻ എന്ന് വിളിക്കുന്നത്. അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തോളം തന്നെ വളർന്നു. എങ്കിൽ മാത്രമല്ലേ ഭഗവാന് 3 അടി കൊണ്ട് ഈ 3 ലോകത്തെയും അളന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. ത്രിവിക്രമൻ എന്ന പേരിൻ്റെ അർത്ഥം ത്രി എന്നാൽ 3, വിക്രമൻ എന്നാൽ അളന്നവൻ അല്ലെങ്കിൽ വിജയിച്ചവൻ. അതായത് ഈ 3 ലോകങ്ങളും അളന്നെടുത്തവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, വാമനാവതാരവും ത്രിവിക്രമാവതാരവും ഒരേ അവതാരത്തിൻ്റെ തന്നെ 2 ഭാഗങ്ങളാണ്. അതായത് മഹാബലിക്ക് മുന്നിൽ ഭിക്ഷ ചോദിച്ചു വന്ന രൂപമാണ് വാമനാവതാരം. എന്നാൽ ദാനം നൽകാൻ ബലി തയ്യാറായപ്പോൾ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കൈക്കൊണ്ടു. ഒരു കാൽ കൊണ്ട് ഭൂമിയും 2-ാം കാൽ കൊണ്ട് സ്വർഗവും അളന്ന ആ രൂപത്തെയാണ് നമ്മൾ ത്രിവിക്രമൻ എന്ന് വിളിക്കുന്നത്. ഈ വർഷത്തെ അപാര ഏകാദശി വരുന്നത് 2026 മെയ് 13 ബുധനാഴ്ചയാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:23. ഏകാദശി തിഥി അവസാനിക്കുന്നത് മെയ് 13 ബുധനാഴ്ച രാവിലെ 10:48. വ്രതം അനുഷ്ഠിക്കേണ്ടത് മെയ് 13 ബുധനാഴ്ച. സൂര്യോദയ സമയത്ത് ഏകാദശി തിഥി നിലനിൽക്കുന്നത് ബുധനാഴ്ച ആയതിനാലാണ് അന്നേ ദിവസം വ്രതം എടുക്കുന്നത്. ഇനി പാരണ സമയം, അതായത് വ്രതം അവസാനിപ്പിക്കേണ്ട സമയം മെയ് 14 വ്യാഴാഴ്ച രാവിലെ 5:32 മുതൽ 8:14 വരെയാണ്. ഏകാദശി തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ആചാരപ്രകാരം സൂര്യോദയത്തിന് ഏകാദശി വരുന്ന ബുധനാഴ്ചയാണ് വ്രതം നോൽക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപാര ഏകാദശിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, അളവറ്റ പുണ്യം ലഭിക്കുന്നു. അതായത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് അനന്തമായ പുണ്യവും പ്രശസ്തിയും സമ്പത്തും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് പാപമോചനം. ബ്രഹ്മഹത്യ, കള്ളം പറയുക, അവിഹിത ബന്ധം തുടങ്ങിയ കടുത്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഈ വ്രതം സഹായിക്കുന്നു. അപാര ഏകാദശിക്ക് 1-ലധികം ഐതിഹ്യ കഥകളുണ്ട്. അതിലൊന്ന് പറഞ്ഞുവല്ലോ, മഹാബലിയുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ വാമനാവതാരം. അതായത് ത്രേതായുഗത്തിലെ ചക്രവർത്തിയായിരുന്ന മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് അപാര ഏകാദശിയുടെ ഒരു പ്രധാന ഐതിഹ്യം. അത്യന്തം കരുത്തനായിരുന്ന മഹാബലിക്ക് തൻ്റെ ചക്രവർത്തി എന്ന പദവിയിൽ ചെറിയൊരു അഹങ്കാരം തോന്നി തുടങ്ങി. അദ്ദേഹം ദേവേന്ദ്രനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. ദുഃഖിതനായ ഇന്ദ്രൻ ഭഗവാൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാബലിയെ ഒരു പാഠം പഠിപ്പിക്കാനും ദേവന്മാർക്ക് സ്വർഗം തിരിച്ചു നൽകാനുമായി ഭഗവാൻ വാമനനായി അവതരിച്ചു. അദ്ദേഹം മഹാബലിക്ക് മുന്നിൽ ത്രിവിക്രമനായി, അതായത് 3 ലോകങ്ങളും അളന്നെടുക്കാൻ കഴിയുന്ന രൂപം,
ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജാവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്തു. ഈ വാമനാവതാരം നടന്നത് ഒരു അപര ഏകാദശി നാളിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപാര ഏകാദശിയുടെ മറ്റൊരു ഐതിഹ്യം മഹിധ്വജൻ എന്ന ധർമ്മിഷ്ഠനായ ഒരു രാജാവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പണ്ട് മഹിധ്വജൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അതീവ ധർമ്മിഷ്ഠനും പ്രജാവാത്സല്യമുള്ളവനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനിയനായ വജ്രധ്വജൻ നേരെ തിരിച്ചായിരുന്നു. ദുഷ്ടനും അധർമ്മിയുമായിരുന്നു വജ്രധ്വജൻ. തൻ്റെ ജ്യേഷ്ഠനോട് അയാൾക്ക് വല്ലാതെ പകയുണ്ടായിരുന്നു. ഒരിക്കൽ വജ്രധ്വജൻ ചതിയിലൂടെ മഹിധ്വജനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു കാട്ടിലെ അത്തിമരത്തിന് താഴെ കുഴിച്ചിടുകയും ചെയ്തു. അകാലത്തിൽ കൊല്ലപ്പെട്ടത് കാരണവും ശരിയായ രീതിയിൽ മരണാനന്തര കർമ്മങ്ങൾ നടക്കാത്തത് കാരണവും മഹിധ്വജൻ ഒരു പ്രേതമായി ആ മരത്തിൽ തന്നെ കുടികൊണ്ടു. ആ വഴി പോകുന്നവരെയെല്ലാം ആ പ്രേതം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കാലങ്ങൾക്ക് ശേഷം ധൗമ്യ മഹർഷി ആ വഴി കടന്നുപോയി. തൻ്റെ തപശക്തിയാൽ ആ പ്രേതത്തിൻ്റെ മുജ്ജന്മ കഥ മഹർഷി മനസ്സിലാക്കി. രാജാവിനോട് കരുണ തോന്നിയ മഹർഷി അദ്ദേഹത്തിന് പ്രേതജന്മത്തിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി പറഞ്ഞുകൊടുത്തു. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ മഹർഷി ഉപദേശിച്ചു. രാജാവിന് വേണ്ടി മഹർഷി തന്നെ ആ വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ പുണ്യം രാജാവിന് പകർന്നു നൽകുകയും ചെയ്തു. വ്രതപുണ്യം ലഭിച്ചതോടെ മഹിധ്വജൻ പ്രേതശരീരം വെടിഞ്ഞ് ദിവ്യരൂപം സ്വീകരിച്ചു. സ്വർഗത്തിൽ നിന്ന് വന്ന വിമാനത്തിൽ കയറി അദ്ദേഹം വിഷ്ണു ലോകത്തേക്ക് പോയി എന്നാണ് പുരാണം പറയുന്നത്. തെറ്റുകൾ തിരുത്താനും മോശമായ സാഹചര്യത്തിൽ നിന്ന് കരകയറാനും ഭക്തിപൂർവമായ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്ന് ഈ ഐതിഹ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപാര ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏകാദശി ദിവസം പുലർച്ചെ മുതൽ ദ്വാദശി പുലർച്ചെ വരെയാണ് വ്രതകാലം. പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയാത്തവർക്ക് പഴങ്ങളും പാലും കഴിച്ച് വ്രതം നോൽക്കാം. എന്നാൽ ഈ ദിവസം യാതൊരു കാരണവശാലും അരി ആഹാരമോ ധാന്യങ്ങളോ കഴിക്കാൻ പാടില്ല. രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം ഭഗവാൻ വിഷ്ണുവിന് തുളസിയിലകളും പഴങ്ങളും സമർപ്പിച്ച് പൂജകൾ നടത്തണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ നാരായണായ എന്ന മന്ത്രം മനസാ സ്മരിക്കുന്നതും ഈ വ്രതത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കാൻ സഹായിക്കുന്നു. എന്തിനാണ് നമ്മൾ അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ അപാരമാണ്. നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കി മോക്ഷത്തിലേക്ക് വഴി നടത്താൻ ഈ വ്രതത്തിന് സാധിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ശാരീരികമായ ആരോഗ്യവും കുടുംബത്തിൽ ഐശ്വര്യവും വന്നുചേരാൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ അനുഗ്രഹം സഹായിക്കും. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഭക്തിയോടെ ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള ഉത്തമമായ ദിവസമാണിത്. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ച് വ്രതം നോൽക്കാം. ദ്വാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാം. ഏകാദശി ദിവസം മൗനം ആചരിക്കുന്നത് വളരെ നല്ലതാണ്. അന്നേ ദിവസം പകലുറക്കം പാടില്ല. അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനത്തെയും ലഭിക്കുന്നു. എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ നീക്കി വെളിച്ചം പ്രദാനം ചെയ്യുന്നത്, അതുപോലെ അപാര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് പുണ്യത്തെ നൽകി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഈ ദിവസം വ്രതം എടുത്ത് വിഷ്ണു ഭഗവാനെ ഭജിച്ച് വിഷ്ണു പൂജ ചെയ്യുന്ന ഭക്തരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദൂരീകരിച്ച് അവർക്ക് ധനവും പുണ്യവും കീർത്തിയും നൽകി തൻ്റെ ഭക്തരെ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഉപവാസം എന്ന വാക്കിന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്ന് മാത്രമല്ല, ഭഗവാന്റെ കൂടെ ഇരിക്കുക എന്ന് ഒരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഏകാദശി ദിവസം നമുക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? എല്ലാ സമയവും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, അല്ലേ? അപ്പോൾ അന്നേ ദിവസം എല്ലാ സമയവും നമുക്ക് ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ തുടർച്ചയായി ജപിച്ചുകൊണ്ടേയിരിക്കാം. കൂടാതെ നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇങ്ങനെ തുടങ്ങിയ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യാം. എല്ലാ ഭക്തർക്കും ഈ അപാര ഏകാദശി ഭക്തിപൂർവം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാനും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാനും ഈ പുണ്യദിനത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആത്മീയവും പുരാണപരവുമായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകാദശിയെക്കുറിച്ചോ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.